എന്തായാലും അടിയന്തര ലാൻഡിംഗ് റഡാറുമായുള്ള ബന്ധത്തിലെ തകരാറാണ് ഇങ്ങനെയൊരു ഈ തടസ്സം നേരിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ദില്ലി ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത്. 5 എംപിമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരെയും യാത്രക്കാരെ എല്ലാവരെയും ഉൾപ്പെടെ എംപിമാരെ അടക്കം എല്ലാവരെയും ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് മാറ്റി സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എംപിമാരടക്കമുള്ളവർക്ക് 12:30 ചെന്നൈയിൽ നിന്ന് വിമാനം പുറപ്പെടും എന്നാണ്, ദില്ലിയിലേക്ക് വിമാനം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആഷിൻ തുടരുന്നുണ്ട്. ആഷിൻ, എംപിമാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും വിമാനം 12:00 കൂടിയിട്ട് ഉണ്ടാകും, അവർക്ക് അതിനുവേണ്ട നടപടികൾ അധികൃതർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായും ഒന്നാമതായി ഈ വിമാനം 7:10 പുറപ്പെടേണ്ടതായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പക്ഷേ ഇന്ന് അത് അരമണിക്കൂറിലധികം വൈകി 7:50 ഈ വിമാനം പുറപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പറന്നുയർന്ന് ഏതാണ്ട് 15 മിനിറ്റിനകം തന്നെ ഈ വിമാനത്തിലെ സാങ്കേതിക തകരാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി പെർമിഷൻ ആവശ്യപ്പെടുന്നതും ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതും. ഇതിനിടയിൽ ഈ റൺവേയിൽ ഈ വിമാനം ലാൻഡിംഗ് ചെയ്യുന്നതിനിടയിൽ തന്നെ റൺവേയിൽ മറ്റൊരു വിമാനം കൂടി വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് ഈ പൈലറ്റിൻ്റെ ഒരു സമർത്ഥമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 8 മണിയോടുകൂടിയാണ് വിമാനം തിരുവനന്തപുരത്ത് നിന്നും പറന്നുയർന്നത് എന്നുള്ളതാണ്. അതിനുശേഷം 15 മിനിറ്റകം തന്നെ ഇതിൻ്റെ സാങ്കേതിക തകരാർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര ലാൻഡിംഗ് ഈ റഡാറുമായുള്ള ബന്ധത്തിലാണ് ഈ ഫ്ലൈറ്റിൻ്റെ തകരാർ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് 160ഓളം യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. അതിൽ തന്നെ 5ഓളം പേർ എംപിമാരാണ് എന്നുള്ളതാണ്. നാളെ ഡൽഹിയിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തേണ്ട KC വേണുഗോപാൽ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്ന എംപിമാരിൽ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല നിലവിലിപ്പോൾ ഇവരെ അറിയിച്ചിരിക്കുന്നത് 12:30 മറ്റൊരു വിമാനമാർഗം ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ എംപിമാരെയും മറ്റ് യാത്രക്കാരെയും എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് MP, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ട് ആരോപണവുമായി അദ്ദേഹം പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷനെതിരെ പുറത്തുവിട്ട രേഖകളടക്കം വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ നാളെ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാർച്ചിന് നേതൃത്വം നൽകേണ്ട ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ചെന്നൈ വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്കുള്ള വിമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. 12:30 മണിയോടുകൂടി തന്നെ ഇവർക്ക് യാത്ര പുറപ്പെടാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല നാളെ കോൺഗ്രസിൻ്റെ യോഗവും ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ യോഗവും നാളെ തന്നെ ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ച് അടക്കം സംഘടിപ്പിക്കുക. യോഗത്തിലടക്കം പങ്കെടുക്കേണ്ട എംപിമാരാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 12 മണിയോടുകൂടി തന്നെ മറ്റൊരു വിമാനമാർഗം ഇവർക്ക് യാത്രാ സൗകര്യം ഒരുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവരെ ഔട്ടർ ടെർമിനലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, ആഷിൻ, അതാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും. പ്രതിഷേധ മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു. ഇതിപ്പോൾ 5 എംപിമാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഇനിയിപ്പോൾ 7:50 കൂടി പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. ഇതിലിപ്പോൾ ഇനി 12:00 ഇനി മണിക്കൂറുകൾ നീണ്ടു പോവുകയാണ്. 12:30 തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ മറ്റു യാത്രക്കാരിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 100 സംതിങ് ആണ് പറഞ്ഞത്. നേരത്തെ കൊടുക്കുന്നിൽ സുരേഷ് MP യോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100-ലധികം യാത്രക്കാർ, അതിൽ 160 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, എംപിമാരടക്കം. അപ്പോൾ എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ്. അവർക്കടക്കം എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് യാത്ര പോകുന്നതിനുള്ള? ശ്രുതി, തീർച്ചയായും ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏതാണ്ട് 160ഓളം യാത്രക്കാരാണ് ഈ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ 5 എംപിമാർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് യാത്ര ചെയ്യുന്നത്. ഇവരെ ഇപ്പോൾ എന്തായാലും 12 മണിയോടുകൂടി തന്നെ മറ്റൊരു വിമാനത്തിൽ ഇവർക്ക് ഡൽഹിയിലേക്കും യാത്രക്കാർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള സൗകര്യം ഒരുക്കും എന്നൊരു അറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 7:10 തിരുവനന്തപുരത്ത് നിന്ന് ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ അത് വൈകി 7:50 ഈ വിമാനം ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്. യാത്ര തുടങ്ങി ഏതാണ്ട് 15 മിനിറ്റിനകം തന്നെ വിമാനത്തിൽ തകരാറ് സംഭവിക്കുന്നു. തകരാറ് മനസ്സിലായ ഉടൻ തന്നെ അടിയന്തര ലാൻഡിംഗ് ചെന്നൈ വിമാനത്താവളത്തിൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ അടിയന്തര ലാൻഡിങ്ങിനിടയിൽ മറ്റൊരു വിമാനം റൺവേയിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് വിമാനം ഒരു മണിക്കൂറോളം പറന്നതിന് ശേഷമാണ് ഈ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും
യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ 5 എംപിമാർക്കും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ജയതിലക അടക്കമുള്ളവർക്കും യാത്ര തുടരാനുള്ള സൗകര്യം 12 മണിയോടുകൂടി തന്നെ ഒരുക്കി ചേർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തതാണ് എംപിമാർ. അതുപോലെ തന്നെയാണ് യാത്രക്കാരും. അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്ത ആളുകളാണ്. നാളെ രാവിലെ പല സ്ഥലങ്ങളിലേക്കും എത്തി ജോലിക്ക് കയറേണ്ട ആളുകളടക്കം ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്കും ഈ എംപിമാർക്കും അടക്കം ഉള്ള യാത്രാ സൗകര്യം, ഈ തിരിച്ചുള്ള തീർച്ചയായിട്ടും എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. എന്തായാലും അവരെ എല്ലാം സുരക്ഷിതമായി തന്നെ പുറത്തിറക്കി. ചെന്നൈ വിമാനത്താവളത്തിലുണ്ട് എംപിമാരടക്കം 5 എംപിമാരടക്കം എല്ലാവരും സുരക്ഷിതരാണ്. ഇനി അവർക്ക് അടുത്ത യാത്ര ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം നടത്തുന്നുണ്ടെന്നാണ് വിമാന അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അടിയന്തര ലാൻഡിംഗ് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരം ദില്ലി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയത്. വിവരങ്ങളാണ് ആഷിൻ ഡിയേഗോ നൽകിയത്.